വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ 6 ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് 7ാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. There are 2 boxes. First box contains 1, 2, 3, 4 paper slips. Second box contains 1, 2, 3 paper slips. One paper slip taken from each box. First question, how many pairs are possible? B question, what is the probability of getting a pair with the product of the digit odd? Then C question, what is the probability of getting a pair with the product of the digit even? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നത് എന്ന്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2 ബോക്സാണ്. ഫസ്റ്റ് ബോക്സിൽ 1, 2, 3, 4 പേപ്പർ സ്ലിപ്പും സെക്കൻഡ് ബോക്സിൽ 1, 2, 3 പേപ്പർ സ്ലിപ്സും. അപ്പോൾ ഇവിടെ നമ്മളോട് ആദ്യം ചോദിച്ചത് ടോട്ടൽ പെയറാണ്. നമുക്കറിയാം ടോട്ടൽ പെയർ കാണാം 4 × 3 = 12. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പെയർ ടോട്ടൽ പെയർ 4 × 3 12 ആണ്. നെക്സ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് 2, അതായത് ഒരു സ്ലിപ്പ് സെയിം ടൈമിൽ 2 ബോക്സിൽ നിന്നും ഓരോരോ സ്ലിപ്പ് വീതം എടുത്താൽ അതിൻ്റെ പ്രൊഡക്റ്റ് ഓടാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ എപ്പോഴും ഓഡ് × ഓഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതേസമയം ഓഡ് × ഈവൻ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഈവൻ × ഓഡും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഈവൻ × ഈവനും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ് ഓടാണ് വേണ്ടത്. പ്രൊഡക്റ്റ് ഓടാണെങ്കിൽ 2 ബോക്സിൽ നിന്നും ഏത് നമ്പർ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഓടാവുകയുള്ളൂ. ഓടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ബോക്സ് 1ൽ നമുക്ക് ഓഡ് നമ്പേഴ്സ് 2 ആണ്. 2. ദെൻ ബോക്സ് 2ലും എത്ര ഓഡ് നമ്പേഴ്സ് ആണുള്ളത്? 2 ആണ്. അപ്പോൾ ടോട്ടൽ 4 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓടാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇനി നെക്സ്റ്റ് നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്? അതായത് പ്രൊഡക്റ്റ് ഈവൻ ആവാനുള്ള what is the probability of getting a pair of the product of the digit even? അതിൻ്റെ പ്രൊഡക്റ്റ് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് വേണമെങ്കിൽ അത് 2 മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഈവൻ × ഈവൻ, ഓഡ് × ഈവൻ, ഈവൻ × ഓഡ് ആ മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ അറിയുന്നൊരു സംഭവമുണ്ട്. ഒരു ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് കണ്ട ആ 1 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി 1/3 ആണെങ്കിൽ അത് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 - 1/3 ആയിരിക്കും. അതായത് 3 - 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ ഇവിടെ ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ കിട്ടിയത്? 2/3 ആണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൂടി ചെയ്യാൻ പറ്റും? അതായത് ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് ചെയ്താൽ മതി? ഇതിൽ 2 ഓഡ് നമ്പർ ഉണ്ട്, ഇതിൽ 2 ഓഡ് നമ്പർ ഉണ്ട്. നെക്സ്റ്റ് നോക്കിയോ, നമുക്ക് അറിയുന്നത് ഈവൻ ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? ഫസ്റ്റ് ഓഡ് × ഈവൻ നമുക്ക് ചെയ്യാം. അതായത് 2 ഇവിടെ എത്ര ഈവൻ വരുന്ന? 1, 2 × 1. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 2 കിട്ടി. ദെൻ പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത്?
ഈവൻ ഇൻറ്റു ഓഡ് ചെയ്താലും ഈവൻ ആണ്. ഇതിൽ ഈവൻ എത്ര എണ്ണം ഉണ്ട്? 2 ഈവൻ ഉണ്ട്. ഇതിലെത്ര ഓഡ് ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുക? 4 ആണ് കിട്ടുക. നെക്സ്റ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി എന്താണ്? ഈവൻ ഇൻറ്റു ഓഡ്. അത് നമ്മൾ ചെയ്തു. ഓഡ് ഇൻറ്റു ഈവനും ചെയ്തു. ഇനി നമുക്ക് വരുന്നത് ഈവൻ ഇൻറ്റു ഈവൻ ആണ്. ഇതിൽ ഈവന് 2 ഉണ്ട്, ഇതിൽ ഈവന് 1 ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക? 2 ഇൻറ്റു 1 2 ആണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? 2 + 4 + 2, അതായത് 8/12. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? 8/12 ആണ് കിട്ടിയത്. 8/12 ഓൾസോ ഈക്വൽ വാട്ട്? 2/3. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓർ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ ഗിവൻ? O is the center of the circle with angle ABC 60 degree. A question: find the probability of putting a dot inside the shaded part of the circle. Find the probability of putting a dot unshaded region of the circle. ഓക്കെ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഈ ഫിഗറാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി ഗിവൺ ആണ്. ആംഗിൾ ബി 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഒ എന്തായിരിക്കും? 60ൻ്റെ ഡബിൾ ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ നമുക്കിതാ ഈ സെക്ടറിൻ്റെ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എത്ര പാർട്ടാണ്, ഒരു സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ഇതുള്ളത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 120 ഡിവൈഡഡ് ബൈ 360. എന്താ ആൻസർ വരിക? 120 ഡിവൈഡഡ് ബൈ 360 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പാർട്ടാണ് വരിക? 1/3. അപ്പോൾ ഷെയ്ഡഡ് പാർട്ടിലേക്കുള്ളത്, അതായത് പ്രോബബിലിറ്റി ഒരു ഡോട്ട് ഇട്ടാൽ ആ ഡോട്ട് ഷെയ്ഡഡ് പാർട്ടിൽ ആവാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ഇനി അൺഷെയ്ഡഡ് പാർട്ടിലേക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്ത് ചെയ്താൽ മതി? 1ൽ നിന്ന് 1/3 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അൺഷെയ്ഡഡ് പോർഷനിലേക്കുള്ള പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ എന്താ ആൻസർ അവിടെ വരാം? 2/3 ആണ് അവിടെ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നു കൂടി നോക്കുക. അതേപോലെ തന്നെ 7ാമത്തെ ബി ക്വസ്റ്റ്യനും ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ.